റൊണാൾഡോ എന്ത് പറ്റീന്? രമണ നമ്മളുടെ സിറ്റുവേഷൻ വെച്ച് ജോലിക്ക് പോയേ പറ്റൂ. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പഠിച്ചവരെല്ലാവരും ആ ഫീൽഡിൽ തന്നെയാണ് ജോബ് ചെയ്യുന്നത്. ഇപ്പൊ എങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ എണ്ണം ലിഫ്റ്റ് എഞ്ചിൻ എന്ത് പഠിച്ചത്? ടെക്നോളജി പഠിച്ച് IT പഠിച്ച്. നിനക്കല്ല അന്ന് ലോഗ് ബുക്കിനെ കാണിച്ചെന്നില്ലല്ലേ ഞായറാഴ്ച? ഞാൻ മറന്നുപോയത്. ഇവർ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഇവര് ഇപ്പൊ പോകുന്ന വർക്ക് എന്താണ്? എന്റെ ചേട്ടനാണെങ്കിലും IT ഇലക്ട്രിക്സ് അല്ലേ, ഇലക്ട്രീഷ്യനോ എന്തുവാണ് എടുത്തത്? ഇലക്ട്രീഷ്യൻ ആണ് എടുത്തത്. പക്ഷെ ഇപ്പൊ പോകുന്ന എന്താണ്? ഫാൻ ഫിറ്റ് ചെയ്തവൻ അറിഞ്ഞൂടാ, കപ്പാസിറ്റർ മാറാൻ അറിഞ്ഞൂടാ. 2 കൊല്ലം പഠിച്ചിട്ട്. അത് വരുമ്പോ പറയണം കേട്ടാ. നിവിൻ ബ്രോ അതാ പറയും, ഞാൻ ചേട്ടാ ടൈം കിട്ടുന്നില്ല സംസാരിക്കാൻ. ചേട്ടന് സംസാരിക്കാൻ ടൈം കിട്ടുന്നില്ല, അതെനിക്ക് തോന്നി. ഞാനിപ്പം ഒരു ഷോപ്പ് എക്സ്ചേഞ്ചിലാണ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുവാണ്? നെയ്മർ ഞാൻ ഇന്ന് സെഡ് ആണ്. നമുക്ക് 2 പേർക്കും വേൾഡ് കപ്പ് ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്റെ പൊന്നെ അതിന്റെ ഇടയ്ക്ക് വേറെ റോണി ബ്രോ വന്നിട്ട് പോയ. നിതിൻ ബ്രോ പോയോ? നിബിൻ ബ്രോ ഞങ്ങൾ വേറെ ടോപ്പിക്കിലായതുകൊണ്ട് നിബിൻ ബ്രോ ഞങ്ങൾ ഇറങ്ങിപ്പോയി തോന്നുന്നു. പഠിച്ചവര് ആ ഫീൽഡിൽ തന്നെ ജോബ് കിട്ടുന്നതൊക്കെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നഴ്സിംഗ് പഠിച്ചവർക്ക് ആ ഫീൽഡിൽ തന്നെ കിട്ടും, ഡോക്ടർ ആയവർക്ക് അതിന്. പക്ഷെ ഒരു ആർട്സ് ഗ്രൂപ്പ് എടുത്തൊരാൾക്ക് അത് എന്താ ഞാൻ പറയേ, എല്ലാരും ചേച്ചി ചേച്ചി മാത്രം വിളിക്കുന്നുള്ളൂ, എല്ലാരും വിളിക്കുന്നുണ്ട്. എന്തുപടിയത്? അവർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അണ്ണന് ജോലി ഇല്ലാതെ നിക്കണം, ആ ഒരു സിറ്റുവേഷനാണ് അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ചേട്ടൻ കുറച്ചാള് ജോലി ഇല്ലാതെ നിന്നപ്പോഴത്തേക്ക് ചേട്ടന്റെ ഒരു അവസ്ഥ എന്തോന്ന് അണ്ണൻ കണ്ടെങ്കിലും മനസ്സിലാക്കിയില്ലേ? മനസ്സിലാക്കി. അത് പിന്നെ അതെന്താണ് പിന്നെ 2 പേർക്കും ജോലി ഇല്ല, ബാക്കി കാര്യങ്ങൾ നടന്നു പോണത് അത് നോക്കണ്ടേ? ഇപ്പോഴാണെങ്കിലും ഞാൻ മാരീഡ് ആണ്, അപ്പോ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാവും എനിക്ക്. അതാണ് നോട്ട് ദാറ്റ് പോയിന്റ്. ചേട്ടാ മതിയാ? മതി പറഞ്ഞില്ല. പറ, ഇനി ചേട്ടൻ സംസാരിച്ചോ? എനിക്ക് ചേട്ടനല്ലേ ഇല്ല, ഞാൻ പോയിട്ട് വരാം. 3:10 പോയിട്ട് വരാം. ചേട്ടൻ പറയ്. ചേട്ടാ പോയിട്ട് വരാം, 3:10 അപ്പൊ പോയിട്ട് വാ. ചേട്ടന്റെ കാര്യം പറയാനാണ്. അതെ ചേച്ചി പറഞ്ഞത് ശരി. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാ. തേങ്ങയ്ക്കൊക്കെ വില കൂടിയുടെ, വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടി. നീ അതും ഒന്ന് ആലോചിക്കും. അതാണ് സത്യം. എനിക്ക് ഇപ്പോഴാണ് ഈ വർഷമാണ് 23 വയസ്സായത്. ഏപ്രിൽ 23-ന് 23 വയസ്സായി. ഞാൻ അതിനുശേഷം ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമം പറയും. ഞാൻ പറയും എനിക്ക് 23 വയസ്സായി, എനിക്ക് ജോലി ആയില്ല, തേങ്ങ ആയില്ല, മാങ്ങ ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമം പറയുകയാണ്. അപ്പൊ ഇവന്മാരെല്ലാം എനിക്ക് ചോദിക്കണേ, നിനക്ക് 23 ഇപ്പോഴായി, എനിക്ക് 24 ഞാൻ പിന്നെ അവരുടെ അടുത്ത് എന്ത് പറയാണ് ഗൈസ്? നിങ്ങളെക്കാൾ സീനാടി ബോയ്സിന്റെ അവസ്ഥ. എവിടെയും പോയാലേ മാമൻ ജോലി ഒന്നും ആയില്ലേ എന്ന് മോനെ. സത്യമാണ്, ബോയ്സിനും ഉണ്ട്. ഞങ്ങൾ ഗേൾസിന് മാത്രമാണ് ആ സ്ട്രഗിൾ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഗൈസ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബോയ്സും ഗേൾസ് ഈക്വൽ ആയിട്ട് തന്നെ നിൽക്കേണ്ട സമയമാണ്. ഇപ്പൊ 2 പേർക്കും ജോലിയൊക്കെ വേണം ഗൈസ്. ചേച്ചി എനിക്ക് നല്ലതുപോലെ മനസ്സിലാവും. റൊണാൾഡോ ബ്രോ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അത് പറയാൻ മാത്രമേ കൊള്ളാവോ ബ്രോ? പക്ഷെ നമ്മുടെ റിയാലിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്ക് അത് അങ്ങനെയല്ല. ഇപ്പം ഒരു എക്സാമിന് ഇപ്പം ഏജ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് കൂടി പോയാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ബ്രോ. അതാ തേങ്ങയുടെയൊക്കെ വില പോണ പൂക്കേ, വെളിച്ചെണ്ണയ്ക്കൊക്കെ വില അമ്മാതിരി അങ്ങ് കൂടിയൊക്കെയാണ്. ഫൈനലി എന്റെ അക്കൗണ്ട് ശരിയായി. എന്താണ് ഇഷ്യൂ? ഒന്നുമില്ല ബ്രോ. ഞാനിങ്ങനെ എന്റെ അടുത്ത് ആരോ ഇങ്ങനെ എന്തോ ചോദിച്ചപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയണം. പഠിച്ചിട്ട് നമ്മൾ ജോലി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാണ്. എന്താണെന്ന് അറിയോ ചേച്ചി? എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. എടാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് പാരാതുരം പറയുന്നുണ്ടെങ്കിലും ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാതിരുന്നിട്ട് ഞാൻ വന്നിട്ട് നിങ്ങളത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതാണ് എനിക്കിപ്പോ കോള് വന്നപ്പോ ഞാൻ എടുത്തത് തന്നെ അത് വെച്ചിട്ടാണ്. പോവാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല ഗൈസ്.